വചനത്തിന്റെ ഭാഗപ്പെടുത്തൽ അഴിവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുവാൻ ഒരു നിമിഷം കൂടെ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഹാകരുണയുള്ള പിതാവേ, അവിടുത്തെ പാദങ്ങളുടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുവചനം ചിന്തിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ നിർബന്ധപൂർവം ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതിന് ഞങ്ങൾ തന്നെ അനുവദിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം ഉള്ളതിന് വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ ചിന്തിപ്പാനും പഠിപ്പിക്കുവാനും ദൈവം കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചകളായി റോമാലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. റോമാലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുവാനുണ്ടായ കാരണം, റോമിലുള്ള വിശ്വാസികൾ എങ്ങനെയായിരുന്നു, ലേഖനം ആരുടെ കയ്യിൽ കൊടുത്തുവിട്ടു, ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. കൊരിന്തിൽ വെച്ച് ഗായോസിന്റെ വീട്ടിൽ വെച്ച് റോമാലേഖനം എഴുതി ക്രെങ്കറയ സഭയിലെ ശുശ്രൂഷക്കാരിയായിരുന്ന ഫേവയുടെ കൈവശം റോമിലേക്ക് കൊടുത്തുവിടുകയാണ്. റോമിൽ പൗലോസ് പോയിട്ടില്ല. പോകാൻ വേണ്ടി ആഗ്രഹിച്ച് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിന് വഴിയൊരുക്കുമെന്ന് താൻ പ്രത്യാശിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോടും ആവശ്യപ്പെടുന്നു. റോമിലുള്ള വിശ്വാസികളെ താൻ കണ്ടിട്ടില്ലെങ്കിലും റോമിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ പല പല സംശയമുള്ളവരായിരുന്നു. അന്ന് സംശയ നിവാരണത്തിന്, പ്രശ്ന പരിഹാരത്തിന് അവർക്ക് വേദപുസ്തകമില്ലായിരുന്നു, റോമാലേഖനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാര് അതാത് സമയങ്ങളിൽ ഓരോ സഭകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ലേഖനങ്ങളൊക്കെ എഴുതുവാൻ കാരണമായത്. ഇവിടെ ഒരു കാര്യം ആദ്യമായിട്ട് എന്നും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ധാരാളം യഹൂദന്മാർ റോമിലുണ്ടായിരുന്നു. അവരവിടുത്തെ നല്ല ബിസിനസ്സുകാരും ജോലിക്കാരുമായിരുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരായിരുന്നു. പ്രിസ്കില്ലയും അക്വിലാവും അവരെ റോമിൽ താമസിച്ച് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരായിരുന്നു. അന്നത്തെ നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂടാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ തിബിരിയോസ് സീസറിന്റെ കാലശേഷം റോമൻ സാമ്രാജ്യത്തിൽ ക്ലൗദിയോസ് അധികാരത്തിൽ വന്നപ്പോൾ AD 49 യഹൂദന്മാരെല്ലാം റോമാ നഗരം വിട്ടുപോകണമെന്ന് കൽപ്പന കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ കൽപ്പന പ്രകാരം യഹൂദന്മാർ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് പാലസ്തീനിലെ യെരുശലേമിലേക്കൊക്കെ യഹൂദന്മാർ മാറിപ്പോയി. എഫെസോസിലും ഗലാത്യയിലും പമ്പുല്യയിലും അന്ത്യോക്യയിലും ഒക്കെ ധാരാളം യഹൂദന്മാർ കടന്നുപോയി. അങ്ങനെ പോയ കൂട്ടത്തിൽ പൗലോസ് പ്രിസ്കില്ലയെയും അക്വിലാസിനെയും പരിചയപ്പെട്ടു. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, പ്രിസ്കില്ല ഒരു റോമൻ സൈന്യാധിപന്റെ മകളായിരുന്നു. അക്വില ഒരു യഹൂദനായിരുന്നു. അവര് റോമിൽ നിന്ന് പിസിദ്യായിൽ പോയി താമസിച്ചു. അവർ ചെന്നിടത്തൊക്കെ ദൈവവചനം പ്രസംഗിക്കുകയും ആളുകളെ ദൈവത്തിങ്കിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ AD 56 ആയപ്പോഴേക്കും ക്ലൗദിയോസിന്റെ കാലശേഷം, ക്ലൗദിയോസ് മാറിയപ്പോൾ യഹൂദന്മാരുടെ മിക്ക പേരും തിരിച്ച് റോമിലേക്ക് കടന്നു വന്നു. അങ്ങനെ റോമിൽ കടന്നു വന്ന ശേഷം അവിടെ അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ടായി. റോമിൽ നിന്നും യഹൂദന്മാര് ധാരാളമായിട്ട് പെന്തക്കോസ്ത് കോൺഫറൻസിന് വേണ്ടി യെരുശലേമിൽ കടന്നുപോയി. അവിടെ നിന്നും ദൈവകൃപ പ്രാപിച്ച, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച
യഹൂദന്മാരായ വിശ്വാസികൾ മടങ്ങി വന്ന് അവിടെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് നിമിത്തം സിനഗോഗിൽ പ്രശ്നങ്ങളുണ്ടായി, രണ്ടായി പിരിയുവാനിടയായി. മുമ്പ് അവര് രാജ്യത്തിന്റെ സുവിശേഷമാണ് കേട്ടിരുന്നത്, ഇപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുവാനിടയായി. യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം പ്രാപിച്ച് ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന ഒരു സഭ അക്വിലയുടെയും പ്രിസ്കില്ലയുടെയും വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ പല ഹോം ചർച്ചുകൾ അന്നുണ്ടായിരുന്നു. റോമിൽ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ പല പല സംശയങ്ങൾ പൗലോസിന്റെ അടുക്കൽ എത്തിയത് കൊണ്ട് ഒരുപക്ഷെ അക്വിലാസിലൂടെ ആയിരിക്കാം, അപ്പല്ലോസിലൂടെ ആയിരിക്കാം, പലരിലൂടെയും അവരുടെ സംശയങ്ങളെ പറ്റി കേട്ടപ്പോൾ അതിനെല്ലാം മറുപടി കൊടുക്കുവാൻ വേണ്ടിയാണ് റോമാലേഖനം എഴുതിയതെന്ന് നമ്മൾ പഠിച്ചു. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ബേസായിട്ട്, അടിസ്ഥാനമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ റോമാലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തകത്തിലെ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടമാണ് റോമാലേഖനമെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. റോമാലേഖനത്തിലൂടെ നാം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തിലെ ഓരോരോ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിയും. അതിൻ്റെ പ്രവേശന കവാടമാണ് റോമാലേഖനം. അപ്പോൾ ഈ റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ റോമാലേഖനത്തിൻ്റെ ആമുഖമാണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അതിൽ പൗലോസ് ആരാണെന്ന് താൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം എങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് താൻ ഇത് എഴുതുന്നത്, അവരോടുള്ള ബഹുമാനവും ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഭാഗമാണ് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 16-17 വാക്യങ്ങൾ സുവിശേഷത്തിന്റെ ഒരു നിർവചനമാണ്. സുവിശേഷം എന്താണ് എന്ന് ഒറ്റ വാക്കിൽ നിർവചിക്കപ്പെടുകയാണ്. തുടർന്ന് സുവിശേഷത്താൽ ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രയോജനം, അത് ആർക്കു വേണ്ടിയാണ്, അതുകൊണ്ടുള്ള നന്മ, നേട്ടം എന്താണ്, അതിനെക്കുറിച്ചാണ് പിന്നീട് വിവരിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായത്തിന്റെ 23 വരെയുള്ള വാക്യങ്ങൾ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് തെറ്റ്, പാപം എന്താണ്, എന്തുകൊണ്ടാണ് മനുഷ്യന് സുവിശേഷത്തിന്റെ ആവശ്യം, മനുഷ്യൻ പാപികളായി പോയത് എങ്ങനെയാണ്, അതിൽ നിന്ന് മനുഷ്യന് വിടുതൽ പ്രാപിക്കുവാൻ സുവിശേഷം ആവശ്യമാണെന്നുള്ളത് തെളിയിക്കുകയാണ്. അടുത്തത് 4-5 അധ്യായങ്ങളിൽ വരുമ്പോൾ ദൈവത്തിന്റെ നീതി പാപിയായ മനുഷ്യനോട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. നീതീകരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ പൗലോസ് പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഒറ്റ വാക്കിൽ, അല്ലെങ്കിൽ അത് സംഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ താൻ ഓർപ്പിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 38-39 വാക്യങ്ങൾ വായിച്ചാൽ, ആക്ട്സ് ചാപ്റ്റർ 13 verses 38 and 39. Can you read? ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും
മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീതീകരണം ലഭിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് അന്ത്യോക്യയിലെ പിസിദ്ധിയിൽ വെച്ച് സിനഗോഗിൽ പൗലോസ് അപ്പോസ്തലൻ ശക്തമായി പ്രസംഗിക്കുകയാണ്. അവിടെ വെച്ച് താൻ പറയുന്നു, മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കാൻ കഴിയാഞ്ഞ സകലത്തിൽ നിന്നും നീതീകരിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സാധ്യമായിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കാൻ കഴിയാത്ത പല പാപങ്ങളും ബൈബിളിൽ എടുത്തു പറയുന്നുണ്ട്. യാഗം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ പരിഹാരം വരാത്ത 7 കൂട്ടം പാപങ്ങളെ കുറിച്ച് പഴയ നിയമത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ഏലിയുടെ മക്കൾ ചെയ്ത തെറ്റിന് യാഗം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ പരിഹാരമില്ലെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള തെറ്റുകളെ കുറിച്ച് മുമ്പ് ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ന്യായപ്രമാണം മുഖാന്തരം നീതീകരണം പ്രാപിക്കാൻ കഴിയാഞ്ഞ സകലത്തിൽ നിന്നും നീതീകരണം പ്രാപിച്ച് രക്ഷ പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തിന് കഴിയുമെന്ന് താൻ പറയുന്നു. അതിന്റെ വിശദീകരണമാണ് റോമാലേഖനത്തിൽ താൻ എടുത്തു പറയുന്നത്. ഈ നീതീകരണം പ്രാപിക്കുക എന്ന് പറയുന്നതും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതുമൊക്കെ അതെല്ലാം ബിബ്ലിക്കൽ ടേംസ് ആണ്. ബൈബിൾ സംബന്ധമായ ചില പ്രത്യേക ഭാഷയാണ്. എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകവുമായിട്ട് അടുത്ത് പരിചയപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് ഓർപ്പിക്കുകയുണ്ടായി. ഓരോ കാര്യത്തിനും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആ പഠിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്, ആ ടേംസിന് വ്യത്യാസമുണ്ട്. ഉദാഹരണമായി, നിങ്ങൾ മെഡിസിൻ സംബന്ധമായിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ കണ്ണിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഒഫ്താൽമോളജി, ഒഫ്താൽമിക് എന്ന് പറയുമ്പോൾ അതാ പഠിക്കുന്നവർക്ക് അതറിയാം എന്താണെന്ന്. നിങ്ങൾ ഹാർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ കാർഡിയോളജി, കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഡിസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ പീഡിയാട്രിക്. അങ്ങനെ ഓരോന്നിനും ഓരോ ടേംസ് ഉണ്ട്. ഇത് ബിബ്ലിക്കൽ ടേംസ് ആണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രക്ഷയെക്കുറിച്ചാണ്. പാപം ചെയ്ത് മനുഷ്യരെല്ലാം ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അതൊരു ബിബ്ലിക്കൽ ടേമാണ്. അപ്പോൾ രോഗത്തിൽ നിന്നുള്ള വിടുതൽ, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, അനർത്ഥത്തിൽ നിന്നുള്ള വിടുതൽ ശാരീരികമായിട്ട്. എന്നാൽ ആത്മീയമായി പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ വിടുതൽ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് സംബന്ധമായി ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ ഇന്നർമേൻ. അകത്തെ മനുഷ്യന്റെ വിടുതൽ, അതാണ് ആത്മരക്ഷ. അത് യേശുക്രിസ്തു മുഖാന്തരം ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും
പ്രാപിക്കുമെന്നുള്ളത് വിശദമായി പറയുന്ന ലേഖനമാണ് റോമാലേഖനം. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസത്താൽ നീതീകരണം എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചു. വിശ്വാസം എന്ന വാക്ക് കൃത്യമായിട്ട് വിശ്വാസം എന്ന് മാത്രം ഏതാണ്ട് 37 പ്രാവശ്യം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വിശ്വാസത്താൽ, വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തോടു കൂടി, ഇങ്ങനെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് 60-ലധികം പ്രാവശ്യം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നീതീകരണം എന്നുള്ള വാക്ക്, നീതി എന്നുള്ള വാക്ക്, ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്ക് ഏതാണ്ട് 36 പ്രാവശ്യം അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ നീതീകരിക്കപ്പെടുന്നു, നീതീകരിക്കപ്പെടാൻ വേണ്ടി, നീതീകരിക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൂടെ ചിന്തിച്ചാൽ 60-ലധികം പ്രാവശ്യം റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വിഷയം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വിശ്വാസത്താൽ നീതീകരണം. അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് റോമാലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ റോമാലേഖനത്തിൽ 4-5 അധ്യായങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. നീതീകരണത്തിന്റെ ആവശ്യം എന്താണ്? രക്ഷ എന്നുള്ളതിനെ, വിശ്വാസത്താലുള്ള രക്ഷയ്ക്ക് മറ്റൊരു വാക്കായിട്ടാണ് നീതീകരണം എന്നുള്ള വാക്ക് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്കെന്ന് ഞാൻ പറഞ്ഞാൽ, നീതീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ രക്ഷയിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ എന്നും നിൽക്കാനല്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നാട്ടിൽ പോകാനായിട്ട് പ്ലെയിനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബോർഡിംഗ് പാസിന് വേണ്ടി ലൈൻ നിൽക്കുമ്പോൾ നമുക്കറിയാം നാട്ടിൽ പോകാനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളായി. പ്ലെയിനിൽ കയറുമ്പോൾ നമുക്കറിയാം നാട്ടിൽ പോകാനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളുമായി കഴിഞ്ഞു. നാട്ടിലെത്തിയവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലെത്തിയാൽ എത്തിയെന്ന് പറയാം. പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഒരു ദൈവവൈതലിന്റെ തുടർന്നുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ, യാത്രയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിശ്വാസത്തിന്റെ ശോധനകൾ വരാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് കാവലിനായിട്ട് ദൈവം അയക്കുന്നത്. അങ്ങനെ നാം വിശ്വാസത്തിൽ അവസാനം വരെ പിടിച്ചു നിൽക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടാനുള്ളവരുടെ കൂട്ടത്തിൽ നാം ആയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. നീതീകരണം പ്രാപിച്ച വ്യക്തികൾ വിശുദ്ധീകരണത്തിലേക്ക് പോകണം. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശുദ്ധരാകണം, എങ്ങനെ വിശുദ്ധി പ്രാപിക്കണം എന്നുള്ളതിനെ കുറിച്ച് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയിൽ എങ്ങനെ നമ്മെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. എന്നാൽ ആത്മാവിൽ ജഡത്തിലെയും സകല കന്മഷവും പോക്കി തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ
ആവശ്യകതയെക്കുറിച്ച് 8-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. 9, 10, 11 അധ്യായങ്ങൾ വരുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിലാണ്. യഹൂദനെ ദൈവം പ്രത്യേകം വിളിച്ച് വേർതിരിച്ചു. എന്നാൽ പ്രമാണത്തിൽ നിലനിൽക്കാഞ്ഞതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. വീണ്ടും ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ഈ 3 വസ്തുതകളും ഓർപ്പിക്കാൻ വേണ്ടിയാണ് 8, 9, 10, 11 അധ്യായങ്ങൾ. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ എങ്ങനെ തേജസ്കരിക്കപ്പെടണം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ചെയ്യേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഓർപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവകൃപയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വിവിധ കൃപാവരങ്ങൾ നൽകുന്നു. 12-ാം അധ്യായം അതിനെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം ഓരോരുത്തന് തൻ്റെ കൃപയുടെ വരദാനങ്ങൾ വേറിട്ട് നൽകിയിരിക്കുന്നത് പോലെ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കാത്ത ഒരു വിശ്വാസിയും ലോകത്തിലില്ല. കൃപാവരപ്രാപ്തരായ പലരും രോഗശാന്തി ശുശ്രൂഷയും മറ്റു പല ശുശ്രൂഷകളും ഒക്കെ ചെയ്തെന്ന് വരാം. എന്നാൽ എന്തെങ്കിലും കൃപാവരങ്ങളില്ലാത്തവരായി ഒരൊറ്റ വിശ്വാസി പോലുമില്ല. ഓരോരുത്തന് ദൈവത്തിന്റെ കൃപയുടെ അളവ് പങ്കിട്ടു കൊടുത്തതുപോലെ വിശ്വാസമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, വീര്യപ്രവൃത്തികൾക്കുള്ള വരമാണെങ്കിൽ അതിനനുസരിച്ച്, ദാനം ചെയ്യാനുള്ള വരമാണെങ്കിൽ അതിനനുസരിച്ച്. 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതല് മറ്റുള്ളവരോടും ഗവൺമെന്റിനോടും കമ്മ്യൂണിറ്റിയോട് ഗവൺമെന്റിനോട് ഏത് നിലയിലാണ് ഇടപെടേണ്ടത്, സഹവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. 14-ാം അധ്യായത്തിൽ വരുമ്പോൾ മറ്റ് വിശ്വാസികളോട്, പുറത്തുള്ളവരോട് നമ്മൾ എങ്ങനെ സഭയിൽ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചാണ്. 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ബലഹീന വിശ്വാസികളെ നമ്മൾ എങ്ങനെ താങ്ങണം, അവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. 16-ാം അധ്യായം വരുമ്പോൾ കൺക്ലൂഷനാണ്. നമുക്കറിയാം. ഞാൻ ഒന്നുകൂടെ ഓരോ അധ്യായത്തെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രം. പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ തന്നെ തന്നെ പരിചയപ്പെടുത്തി താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ആദ്യ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗം
ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കർത്താവ് പ്രത്യേകം വിളിച്ച് വേർതിരിച്ച അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ടിടപെട്ട് ദർശനത്താൽ തന്നെ പിടിക്കുകയും ദൈവത്തിന്റെ അരുളപ്പാടുകൾ തന്നോട് നേരിട്ടറിയിക്കുകയും സുവിശേഷത്തിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം തന്നെ വേർതിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്. എന്നാൽ താൻ പറയുന്നു, അങ്ങനെ ദൈവത്താൽ പ്രത്യേകം നിയമിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രത്യേകം വേർതിരിക്കപ്പെട്ട പാസ്റ്റർമാര്, സുവിശേഷകന്മാര്, ഉപദേഷ്ടാക്കന്മാര് എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. ദാസന്മാർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്കതിന് കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് വലിയ കൂടിയ പദവിയാണ് ദാസന്മാർ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ സെർവന്റ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സേവനം ചെയ്യുന്ന ഭക്തന്മാരാണ് ദൈവത്തിന്റെ ദാസന്മാര്, യേശു ക്രിസ്തുവിന്റെ ദാസന്മാർ. നമ്മളെപ്പോഴും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുവാൻ ഓർമ്മിക്കണം. കാരണം യേശു എന്നുള്ളത് അന്നത്തെ കാലത്തെ ഒരു സാധാരണ പേരായിരുന്നു. ബറേശു, യേശുവിന്റെ മകൻ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ യേശു എന്നുള്ള പേര്, യഹോശുവ എന്ന പേര് സാധാരണ ഒരു പേരായിരുന്നു. നസറേത്തിൽ നിന്നുള്ള യേശു ദൈവത്താൽ അഭിഷിക്തനായി തീർന്നതുകൊണ്ട് വരുവാനുള്ള മസിഹ താനാണെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തപ്പോൾ, തെളിയിച്ചു കൊടുത്തപ്പോൾ യഹൂദന്മാർക്കത് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാണ് അവനെ കല്ലെറിയുവാൻ ഭാവിച്ചത്. യേശുക്രിസ്തു സിനഗോഗിൽ ചെന്ന് പുസ്തകം വായിക്കുവാൻ കൊടുത്തപ്പോൾ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വരുവാനുള്ള മസിഹ ഇവനാണെന്നുള്ളത് താൻ വെളിപ്പെടുത്തുകയായിരുന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ മസിഹായിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവൻ സ്വയം മസിഹ എന്ന് പറയുന്നു എന്നുള്ള ആ വാശി കൊണ്ടാണ് യേശുവിനെ കല്ലെറിയുവാൻ അവർ ഭാവിച്ചത്. തന്നെയുമല്ല, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? യേശുവിന്റെ മറുപടി, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു എന്നിങ്ങനെ യോഹന്നാനോട് ചെന്ന് പറവീൻ. എന്താണ് അതിന്റെ കാരണം? കുരുടന്മാർ കാണുകയും മുടന്തന്മാർ നടക്കുകയും കേൾവിയില്ലാത്തവർ കേൾക്കുകയും ഒക്കെ സംഭവിക്കുന്നത് മസിഹ വരുമ്പോൾ മാത്രമാണ് എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. മസിഹ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് അവരുടെ പ്രമാണങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് യേശു പറയുകയാണ്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. ഇതൊക്കെ യോഹന്നാനോട് പോയി പറയുക എന്ന് പറഞ്ഞാൽ വരുവാനുള്ള മസിഹ ഞാൻ തന്നെയാണെന്ന് കർത്താവ് സ്വയം അവർക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മസിഹ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, അഭിഷക്തൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ നസ്രത്തിലെ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു, അവൻ അഭിഷക്തനാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നതാണ് ഉത്തമം. എപ്പോഴും യേശു ക്രിസ്തു എന്ന് പറയുവാനായിട്ട് ഉത്സാഹിക്കണം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോഴും രോഗികൾക്ക് സൗഖ്യമാക്കുമ്പോഴും ഭൂതങ്ങളെ ശാസിക്കുമ്പോഴും എല്ലാം യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്
നമ്മൾ അങ്ങ് വിടാറുണ്ട്. നമ്മുടെ പാസ്റ്റർമാർ പലരും അങ്ങനെയാണ് പറയാറുള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്ഥലത്ത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ കഴിവതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അന്നോട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാനത് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ അഭിഷേകം ചെയ്തു യേശു ക്രിസ്തു. പിന്നെ അന്ന് തൊട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞ അതിനാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദാസൻ, ഏതെങ്കിലും യേശുവിന്റെ ദാസൻ എന്നുള്ളതല്ല, നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ സാത്താന്റെ മുമ്പിൽ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ പിശാചിനൊരു ഭയമുണ്ടാകും. യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ പിശാചിനൊരു ഭയമുണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ സാത്താൻ ഭയപ്പെടുവാനിടയായിത്തീരും. അവന്റെ നാമത്തിങ്കൽ സാത്താൻ വിറയ്ക്കും. അതുകൊണ്ട് കഴിവതും യേശു ക്രിസ്തുവിന്റെ ദാസൻ, അല്ലെ യേശു ക്രിസ്തു എന്ന് പറയുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദാസനും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനുമായ പൗലോസാണ് അവർക്ക് ലേഖനം എഴുതുന്നതെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ ഈ ലേഖനം എഴുതിയത് തെർത്തോസ് എന്ന് പറയുന്ന ആളാണ്. പൗലോസ് പറഞ്ഞു കൊടുത്തു, തെർത്തോസ് എഴുതി. എന്നിട്ട് അവസാനം പൗലോസ് തന്റെ സ്വന്തം കൈയാൽ ഒപ്പിട്ട് ലേഖനം കൊടുത്തുവിട്ടു. തെർത്തോസിനെ കൊണ്ടാണ് ഇത് എഴുതിപ്പിച്ചതെന്ന് 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനം പൗലോസ് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചു. പൗലോസിന്റെ പ്രത്യേകത, താൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ചയാളാണ്. ദൈവമായിട്ട് നേരിട്ട് സംസാരിച്ചു. ദൈവം പറഞ്ഞു, ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ നീ എൻ്റെ സാക്ഷിയാകൂ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പൗലോസിനെ അവിടുന്ന് അയക്കുകയാണ്. ആ പൗലോസ് അവിടെയുള്ള വിശ്വാസികളെ കുറിച്ച് നല്ല നിലയിൽ, പ്രോത്സാഹിപ്പിക്കത്തക്ക നിലയിൽ അവരെ സംബോധന ചെയ്യുന്നു. സുവിശേഷത്തിന്റെ മർമ്മം എന്താണെന്ന് താൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഒന്നാമത് യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. രണ്ടാമത് ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുത്ത അപ്പോസ്തലനാണ്. അതുകൊണ്ട് താൻ പറയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 16-17 വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കാമോ? 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി. ഇന്ന് അത്രയും ഭാഗം കൂടെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. ബാക്കി റോമിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. നോക്കുക, ഇവിടെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ ആരുടെയും മുമ്പിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിപ്പാൻ ഒരുങ്ങി നിൽക്കുന്ന പൗലോസ് എന്ന ഞാൻ, യേശുക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് എന്ന ഞാൻ, ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ, അതാണ് പൗലോസിനെ കുറിച്ച് പൗലോസ് സ്വയം, ഹി ഹിംസെൽഫ് വെളിപ്പെടുത്തുകയാണ് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് താനെന്ന്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിൽ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ആദ്യം എന്തുകൊണ്ടാണ് യഹൂദന്? കാരണമുണ്ട്. യഹൂദനെയാണ് ദൈവം പ്രത്യേകം വിളിച്ച് വേർതിരിച്ചത്.
എന്നാൽ അവർ പ്രമാണത്തിൽ നിലനിന്നില്ല. അതുകൊണ്ട് ആദ്യ യഹൂദന്മാരുടെ ഇടയിൽ തന്നെയാണ് കർത്താവ് പ്രവർത്തിച്ചത്. അവരെ തന്നെയാണ് കർത്താവ് ആദ്യമേ രക്ഷയ്ക്കായിട്ട് വിളിച്ചത്. അതുകൊണ്ട് ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. യവനൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യവനന്മാരും റോമക്കാരെ മാത്രം ഉദ്ദേശിച്ചല്ല, എല്ലാ ജാതികളെയും. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സകല ജാതികളോടും സുവിശേഷം അറിയിപ്പീൻ. അപ്പോൾ മറ്റെല്ലാ ജാതിക്കാരും പിന്നീട് അത് ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷത്തിന്റെ ശക്തി ഏത് വ്യക്തിയിലും വ്യാപരിക്കും. ഒരു വ്യക്തി സുവിശേഷം അനുസരിച്ചാൽ അവനിൽ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കും. അവന്റെ കുടുംബത്തിൽ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കും. അവൻ പാർക്കുന്ന ദേശത്തെ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കും. അവൻ പാർക്കുന്ന രാജ്യത്തെ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കും. അത് ദൈവശക്തിയാണ്. ആർക്കും അതിനെ തടയുവാൻ സാധ്യമല്ല. ആ 17-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാമോ? അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും, ദൈവത്തിന്റെ നീതി വിശ്വാസനായിക്കൊണ്ടും നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. വിശ്വാസ ഹേതുവായി വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. അപ്പം വിശ്വാസം ഹേതുവായിട്ട് വിശ്വാസത്തിനായി നീതി വെളിപ്പെട്ടു വരും. ഇത് സുവിശേഷത്തിന്റെ നിർവചനമാണ്. വിശദീകരണം പിന്നാലെ ഉണ്ട്. അതിൻ്റെ ഒരു നിർവചനമാണ്. വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാണ്. അത് വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെട്ടു വരും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആദ്യം എഴുതിയിരിക്കുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വേദപുസ്തകത്തിൽ 4 പ്രാവശ്യം ഈ വാക്യം എഴുതിയിട്ടുണ്ട്. എവിടേക്കാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ഒന്ന്, ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 11. മൂന്നാമത്, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ Galatians chapter 3 verse 11, Hebrews chapter 10 verse 38, Habakkuk chapter 2 verse 4, and Romans chapter 1 verse 17. My just shall live by faith. ഇത് മൂന്നും നിങ്ങൾ നോക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മലയാളത്തിൽ വരുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷിലാകുമ്പോൾ തിരിഞ്ഞാകും. മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. ഫെയ്ത്ത് എന്നുള്ളത് അവസാനം വരും. അപ്പൊ അതിൽ ജസ്റ്റ് എന്നുള്ളത്, നീതിമാൻ എന്നുള്ളത് റോമാലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് നീതിമാനാകുന്നത്. വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ? ദാറ്റ് വി ക്യാൻ സീ ഇൻ റോമൻസ്. അത് നമുക്ക് തുടർന്ന് കാണാം. എന്നാൽ അതിന്റെ 2-ാം ഭാഗം ലീവ് ബൈ ഷാൽ ലീവ്. ഷാൽ ലീവ് എന്നുള്ളതാണ് ഗലാത്യ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരുവന് എങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റും? അതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. How can a believer live in faith? That we can see in Galatians chapter 3:11. But the last portion, by faith, it is written in Hebrews 10:38. എബ്രായ ലേഖനം 10:38 എന്താണ് വിശ്വാസം എന്നുള്ളതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ
നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ. മൈ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ എന്നുള്ളത് എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്, ഒരു വ്യക്തി എങ്ങനെ നീതിമാനാകും എന്നുള്ളതാണ് റോമാലേഖനത്തിൽ വിശദീകരിക്കുന്നത്. എന്നാൽ ആ നീതീകരിക്കപ്പെട്ട വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. ആ വ്യക്തി എങ്ങനെ വിശ്വാസത്തിൽ നിൽക്കും, വിശ്വാസത്താൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് എബ്രായ ലേഖനം 10-38 വാക്യത്തിൽ പറയുന്നത്. ഈ 3 ഭാഗത്തും ഓരോരോ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. In Romans, Paulus give emphasis to the justification. In Galatians, Paul giving importance to the living, how the just can live. In Hebrews, he says about the faith. അതുകൊണ്ടാണ് ഈ 3 ഈ വാക്യം ഇങ്ങനെ തന്നെ കൊടുക്കാൻ കാരണമായത്. മൈ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ നിന്നുള്ള ഒരു പ്രവചന ഭാഗമാണ്. അപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് ദൈവവചനത്തിലെ ഒരു പ്രവചന ഭാഗമാണ്. അത് എങ്ങനെ നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റും, എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് പൗലോസ് വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ നിർവചനം ലജ്ജിക്കാത്തവരായി വിശ്വാസത്താൽ ധൈര്യത്തോടെ എവിടെയും സുവിശേഷം പ്രസംഗിക്കണം. ആരുടെ മുമ്പിലും സുവിശേഷം പറയണം. എവിടെയും സുവിശേഷത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായി വെളിപ്പെടും, ദൈവശക്തിയായിട്ട് വെളിപ്പെടും. അതിനെ തകർക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ് സുവിശേഷത്തിന്റെ ശക്തി. സുവിശേഷം ഇന്ന് ലോകത്തിൽ എത്തിപ്പെടാത്ത ഇടങ്ങളിലില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം വേദപുസ്തകമാണ്, നമുക്കറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം വേദപുസ്തകമാണെന്ന് നമുക്കറിയാം. എന്താണ് സുവിശേഷത്തിന്റെ ശക്തി? വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരവാദി ഒരിക്കൽ പറഞ്ഞത്, ഞാൻ മരിക്കുന്നതിന് മുമ്പേ വേദപുസ്തകം ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ്. എന്നാൽ വോൾട്ടയർ മരിച്ചെങ്കിലും വോൾട്ടയറിന്റെ കെട്ടിടം ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി ആയിരക്കണക്കിന് ബൈബിളുകൾ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അനേകം മിടുക്കന്മാർ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിൽ പലയിടങ്ങളിൽ പ്രവർത്തിച്ചു. അവരെല്ലാം തകർന്നു പോയതല്ലാതെ സുവിശേഷത്തിന് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. ഇന്നും ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ഏവരും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകും. ഈ വസ്തുത നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിൽ ഈ ആശയം കയറി ചെന്ന് കഴിഞ്ഞാൽ അവർ ലോകത്തിൽ ഏറ്റവും ശക്തന്മാരായി, ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ലോകത്തിൽ വിദ്യാഭ്യാസവും കഴിവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതല്ല ജീവിതം. സുവിശേഷത്തിന് വേണ്ടി ഒരുവൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ലോകത്തിൽ ഏറ്റവും വലിയവനായി തീരും, ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ഈ സത്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. അവർ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി അവർ നിലനിൽക്കും. അപ്പോൾ തന്നെ അവര് പഠിക്കും, പഠിച്ച് നല്ല ജോലികൾ ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കും, പ്രവർത്തിക്കും. അവരൊരിക്കലും തകർന്നു പോകുവാൻ ഇടയാകത്തില്ല. വിശുദ്ധിയിലും ദൈവകൃപയിലുമുള്ള ജീവിതത്തെ നമുക്കില്ലാതാക്കാൻ കഴിയും.
നശിപ്പിക്കാൻ കഴിയും നമ്മുടെ പ്രമാണങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ മോശമായ ഇച്ഛാശക്തി കൊണ്ട്, മോശമായ വിചാരങ്ങൾ കൊണ്ട്, മോശമായ ചിന്താഗതികൾ കൊണ്ട് ദൈവവചനത്തിന്റെ ശക്തിയെ ത്യജിക്കുവാൻ നമുക്ക് കഴിയും. കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞായിരിക്കുമ്പോഴേ അവനെ സൺഡേ സ്കൂളിൽ വിടണം, അവനെ ദൈവവചനം പഠിപ്പിക്കണം. അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അവരുടെ ഉള്ളിൽ ദൈവവചനം ക്രിയ ചെയ്യപ്പെടണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ, വെൻ ഹി ഈസ് ഓൾഡ് ഹി വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്. അവൻ വയസ്സനായാലും അതിൽ നിന്ന് വിട്ടുമാറത്തില്ല. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും ജീവനും മാനവുമാകുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. ശേഷം മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ സ്വയം വളർന്നു വരുവാൻ മനുഷ്യന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയത്തില്ല. അവരെ വളർത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. ആനയുടെ കുട്ടിയാണെങ്കിലും ജനിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് ഓടി നടക്കും. മനുഷ്യന്റെ കുട്ടിയോ, അവനെ വളർത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. ടേക്ക് കെയർ ചെയ്യണം, ഇല്ലെങ്കിൽ അവൻ രക്ഷപ്പെടത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തോടുകൂടെ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രമിക്കണം. അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. എങ്കിലേ സുവിശേഷം ശക്തിയായി അവരിൽ വ്യാപരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്കിടയാകണം. അതാണ് സുവിശേഷത്തിന്റെ നിർവചനത്തിന്റെ ഉള്ളിലുള്ള ശക്തി. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവർക്കും, ആര് സുവിശേഷത്തിൽ വിശ്വസിച്ചാലും, യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും, അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നു. അവരുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടും, അവർ രക്ഷ പ്രാപിക്കും. ഭൗതികമായി മാത്രമല്ല, ആത്മീക രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ ഭൗതിക രക്ഷയും അവരിനോട് കൂടെ ഉണ്ടാകും. അവരെല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ആത്മാവിൽ ഒരുത്തൻ അനുഗ്രഹിക്കപ്പെട്ടാൽ ഭൗതികമായിട്ട് അവൻ അനുഗ്രഹിക്കപ്പെടും. ഈ റോമാലേഖന പഠനം നമ്മുടെ ആത്മീക അനുഗ്രഹത്തിനും ഭൗതിക അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയപ്പെട്ടവരായി തിരുവചനങ്ങൾ ധ്യാനിച്ച് പഠിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.